അപ്പോ എന്നാ പരിപാടി? നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ സ്നേഹമില്ലാത്ത കെട്ടിയനാണ്. എൻ്റെ കെട്ടിയവൻ എന്നെ കാണാതെ തൊട്ട് കീഴെ ഞാൻ ഇരുന്നിട്ടും എണ്ടടാങ് ടി വിയിൽ എൻ്റെ പടം ഓടുന്നു ഗൈസ്. എൻ്റെ പടം ഓടുന്നത് നിങ്ങൾ എന്ത് വേണം ഇതിൽ കൂടുതൽ ആനന്ദലത്തേക്ക്? അത്രയ്ക്ക് ഇഷ്ടമാനോ എന്നെ? നോക്കൂ, ഇതാണ് എൻ്റെ സീരിയൽ. കൂടെ ചെറുക്കനുമുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുവാണോ? ആണോ? എനിക്കറിയാം ജസ്റ്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പറയത്തില്ല. എങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. ഇവിടെ നോക്ക്, പറ സ്റ്റീവ്. ഇന്നലെ സി വി എത്ര പേര് അയച്ചെന്നേ? അല്ല, മൊത്തത്തോടെ എത്ര സി വി വന്നു? എച്ച് ആറിന് വേണ്ടിയിട്ടുള്ള ആ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളോ? 6 പേര്. അതെല്ലാം ജസ്റ്റ് ഫോർവേഡ് ചെയ്തോ? എച്ച് ആറിന് ഫോർവേഡ് ചെയ്തോ? ആണോ? അതിലൊരു ആരാണ്ട് എന്നോട് ജിനോയോ ആരാണ്ട് പറഞ്ഞായിരുന്നു, ചേച്ചി ഞാൻ അയച്ചതെന്ന് പ്രത്യേകം ചേട്ടനോട് പറയണേ. ജിനി, അത് തന്നെ ജിനി. ആണോ? ജിനിയെ അപ്പം അയച്ചിട്ടുണ്ട് കേട്ടോ. സോറി. പിന്നെ വേറെ 3-4 പേരും കൂടെ അയച്ചിട്ടുണ്ട്. ജോബി, പിന്നെ ആരാ? അനീഷയോ? 2-3 പേരും കൂടെ. പിന്നെ ആതിര എന്ന് പറയുന്ന ഒരാള്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നോക്കിയില്ലല്ലേ? അപ്പൊ ജസ്റ്റിക്ക് അയച്ചു തന്ന എല്ലാ സി വിയും ജസ്റ്റ് എച്ച് ആറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്നോ? പാർവതി, ഭാവന, ഇങ്ങോട്ട് നോക്കി പറ എൻ്റെ ഫാമിലിയോട്. അപ്പൊ നിങ്ങൾ ഇന്നലെ അയച്ച എല്ലാ സി വി വൈകുന്നേരം, ഇന്നലെ ഫ്രൈഡേ ഇവിടെ ഉച്ചവരെ ജസ്റ്റിക്ക് ഓഫീസുള്ളൂ. നല്ല കമ്പനിയാണ്. അപ്പോൾ ഉച്ചവരെ അയച്ച സി വി മുഴുവൻ ജസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എച്ച് ആറിന്. സോ ഇന്ന് വന്ന സി വി ഇനിയിപ്പോൾ 4 ദിവസം ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് അല്ലേ? ഇനി മൺഡേ ജസ്റ്റിമോൻ, വെനസ്ഡേ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നോക്കി. അപ്പോൾ താങ്ക് യു എൻ്റെ ഫ്രണ്ട്. എച്ച് ആർകാരോ? അപ്പൊ ജസ്റ്റ് എന്നാ പറഞ്ഞു? ആ, മിടുക്കൻ. അതെ, നമ്മൾ കാരണം ഒരു ആൾക്കെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ നല്ല കാര്യം അല്ലേ സ്റ്റീ? അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞു സി വി ഉണ്ട് അയച്ചുതരാന്ന് പറയുമ്പോൾ പുള്ളി 1-2 സി വി എനിക്ക് ഇത്ര അയച്ചു കൊടുത്തു. വേണ്ട, ഇതിന്റെ ഇടയ്ക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസി. അപ്പോൾ എല്ലാ സി വി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്നാളും ജെനുവിനാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലേ, ഔട്ട്സോഴ്സിംഗ് ഒന്നും അല്ലല്ലോ. കുറേ ആൾക്കാർ ചോദിച്ചു കമ്പനി അത്. ഞാൻ എത്തിമാറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റായി. EHS അല്ല, എത്തിമാർ ഇന്റർനാഷണൽ ഹോൾഡിങ്സ് അല്ലേ? അതായത് കമ്പനിയുടെ പേര്. എനിക്ക് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുങ്കോ. ജസ്റ്റ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ജസ്റ്റിയുടെ ഭാര്യയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ടി വി സ്റ്റാൻഡ് ഒന്ന് ശരിയാക്കി തരുമോ? എന്ത് വൃത്തിയോടായിട്ടാ ടി വി സ്റ്റാൻഡ് എടുക്കുന്ന കൊച്ച് കളിച്ച് ഞാനില്ലെങ്കിൽ എൻ്റെ ഒരു കോലോ ജസ്റ്റ് എന്നെ കാണാനേ സുന്ദരിയല്ലേ? അതെന്നാ മരയിലോട്ട് ഞാൻ വെക്കുന്നേ? ഇല്ല, ഞാൻ അതുകൊണ്ട് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയല്ലോ. ഉപ്പുമാവ് ഉണ്ടാക്കിയ ഒരു ദിവസം ഞാൻ തിന്നു. രാവിലെ കാപ്പിക്കകത്ത് മുക്കി. എന്തേ?
പറ എസ് ടി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്യൂആനയുടെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. എസ് ടി പറ. രോഗിയായ ഭാര്യയ്ക്ക് കഞ്ഞി. ഇന്ന് ജസ്റ്റ് ഇട്ട് തന്ന കാപ്പിയാണിത്. ജസ്റ്റി മോൻ സ്നേഹത്തോടെ. ഭർത്താക്കന്മാരുടെ മനസ്സിലേക്ക് കയറുന്ന വായിക്കൂടാന്നാണ് ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ കണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളെ ഞാൻ കാണിക്കൊണ്ട്. എനിക്ക് വോയിസ് റെസ്റ്റാണ്, അധികം സംസാരിക്കത്തൊന്നുമില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് അല്ലേ, ഞാൻ ആദ്യം നോക്കിയത് എന്നെ കാണിക്കാൻ പറ്റിയൊരു കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. ഇന്നലത്തെക്കാളും സിറ്റുവേഷൻ വേസ്റ്റായി. ഫ്ലൂ കൂടി, നല്ല ചുമയാണ്, നല്ല ഡോൾബി ചുമയാണ്. എന്നാലും നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മേ, ഒരു പ്രാവശ്യമൊക്കെ ഫ്ലൂ ആയിരുന്നപ്പോൾ നാട്ടിലായിരുന്നു. അപ്പോൾ ഡിസംബറിൽ. അപ്പോൾ മമ്മി എനിക്ക് എന്തൊക്കെയോ മമ്മിയുടെ കൈപ്പുണ്യമല്ല, മമ്മിയുടെ കയ്യിലിരിക്കുന്ന കുറേ സാധനം കൊണ്ട് ആടലോടകോ എന്തൊക്കെയോ സാധനം, പിന്നെ എന്നായിരുന്നു ചേച്ചി ഒരു പന പോലിരിക്കുന്ന തെങ്ങന 5 തെങ്ങ് അല്ല അങ്ങനെയുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അത് പാക്ക് ചെയ്ത് തന്നു വിട്ടു. അത് ചവച്ച് കുരുമുളകും കൂടെ കൂട്ടി ചവച്ച് നീരിറക്കിയാൽ മതി ചുമ പോകുന്നു. പക്ഷെ ചുമ കുറഞ്ഞായിരുന്നു കേട്ടോ. മമ്മിയുടെ സ്നേഹം ഞാൻ മിസ് ചെയ്യുന്നു മമ്മി. നമുക്ക് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ അമ്മമാർ നമ്മുടെ അടുത്തുള്ളപ്പോഴാണ് ഏറ്റവും നല്ല കെയറിങ്. പനിച്ച് കിടക്കാം നമുക്ക് സുഖമായിട്ടല്ലേ. പക്ഷേ ഇതേ ഇങ്ങനെ ഒരെണ്ണത്തിനെയൊക്കെ കെട്ടിയാൽ നമുക്ക് ചുമച്ചിരിക്കാം, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാം. കിടന്നുറങ്ങുന്ന എൻ്റെ കണ്ണ് നോക്കി അമ്മ അയ്യോ യു സ്റ്റിൽ അലയോ ആണോ എന്ന് ചോദിക്കും എൻ്റെ സന്തതി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇവിടെ ഉച്ചയായപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഞാൻ ഇട്ട ആ വീഡിയോയ്ക്ക് കുറേ ആൾക്കാർ ജസ്റ്റ് ജോബ് വേക്കൻസി പറഞ്ഞില്ലായിരുന്നോ, കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ, ആ വീഡിയോയുടെ തന്നെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ജസ്റ്റിയുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലുള്ള കമൻറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എനിക്കൊന്ന് കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലല്ല യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൊരു സോറി. കാരണം ഇൻസ്റ്റയിൽ എല്ലാ മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ കാണുമെങ്കിലും എല്ലാം മെസ്സഞ്ചറിൽ അയക്കുന്ന മെസ്സേജ് ഒന്നും ഞാൻ കാണാറില്ല. കാരണം ഞാൻ മെസ്സഞ്ചർ നോക്കിയാൽ എനിക്ക് ഒരു ദിവസം പറ്റത്തില്ല തീരാൻ. അതുകൊണ്ട് ദയവ് നിങ്ങൾ CV അയക്കാനാണെങ്കിൽ മെസ്സേജ് CV അയക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മെയിൽ ID യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെസ്സഞ്ചറിൽ ഇട്ടവരുടെ ആരുടെയും ഞാൻ കണ്ടിട്ട് കാണത്തില്ല. കാരണം മെസ്സഞ്ചർ തുറന്നാൽ ഞാൻ ഒരു ദിവസമൊന്നും തീരത്തില്ലാത്തതുകൊണ്ട്, വേറൊന്നും കൊണ്ടുമല്ല കേട്ടോ. മെസ്സഞ്ചറിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. മെസ്സഞ്ചറിൽ വീഡിയോ അല്ല, ഇൻസ്റ്റയിൽ കാണുന്നവർ ഇൻസ്റ്റയിൽ കാണുന്നവർ പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബിസിനസ്. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരെ. വിശ്രമ റെസ്റ്റ്. ഞാൻ ഇനി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ റെസ്റ്റ് ഇൻ പീസ് ആയി പോകും.